ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. ഈ നാടൻ പലഹാരത്തിൻ്റെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ലൊരു സ്വാദും സോഫ്റ്റുമുള്ള ഉണ്ണിയപ്പം. പിന്നെ 5 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3.5 കപ്പ് വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവിന് 150 ഉണ്ണിയപ്പം നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ അളവിന് തന്നെ മൈദപ്പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, പാകത്തിന് ഉപ്പുമാണ്. വീണ്ടും കൈ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ 1 കപ്പ് അളവിനാണ് എടുക്കുന്നതെങ്കിൽ തുല്യ അളവിന് തന്നെ റവയും മൈദയും എടുക്കുക. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അത് 1/4 കപ്പ് എടുക്കണം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 8 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞ് നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിലുള്ള നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ 2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും. ഇവ 2 ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. എന്നിട്ട് 4-5 മണിക്കൂർ മാവ് പൊങ്ങാനായി വെക്കാം. 5 മണിക്കൂറിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മാവ് കട്ടിപ്പരുവുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനൊന്ന് ചെറുതായി ലൂസാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഉണ്ണിയപ്പം ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും 1/4 ഭാഗം മാത്രം മാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഫ്ലോപ്പായി പോകില്ല. പിന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.